പരിശുദ്ധനായ പത്രോസ് നാലാമൻ പാത്രിയർക്കീസ് ബാവ AD 1799 1894. പരിശുദ്ധനായ പത്രോസ് നാലാമൻ പാത്രിയർക്കീസ് ബാവ മലങ്കര സഭയ്ക്ക് അവിസ്മരണീയനാണ്. ഇദ്ദേഹത്തിന്റെ മലങ്കര സഭയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമെങ്കിലും മറ്റ് ജീവചരിത്ര വിശദാംശങ്ങൾ ലഭ്യമല്ല. പരിശുദ്ധ പത്രോസ് നാലാമൻ പാത്രിയർക്കീസ് ബാവ 1799 ഇറാഖിലുള്ള മൂസലിൽ ജനിച്ചു. ബാവായുടെ ബാല്യകാലം മോർ ഹനന്യായുടെ ദേറ അഥവാ സഫ്രാൻ ദേറായിൽ ചിലവഴിച്ചു. വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി കശീശയായി. പത്രോസ് കശീശായെ 1846 പരിശുദ്ധ ഏലിയാസ് രണ്ടാമൻ ബാവ മോർ യൂലിയോസ് എന്ന പേരിൽ സിറിയയുടെ മെത്രാപ്പോലിത്തയായി വാഴിച്ചു. 1847 പരിശുദ്ധ ഇഗ്നാത്യോസ് ഏലിയാസ് രണ്ടാമൻ ബാവ കാലം ചെയ്തു. 1847 പരിശുദ്ധ യാക്കോബ് രണ്ടാമൻ ബാവ പാത്രിയർക്കീസായി സ്ഥാനമേറ്റു. 1871 പരിശുദ്ധ ഇഗ്നാത്യോസ് യാക്കോബ് രണ്ടാമൻ ബാവ കാലം ചെയ്തു. 1872 ഇടവം 4-ാം തീയതി പെന്തിക്കോസ്തി ദിവസം മോർ യൂലിയോസ് പത്രോസ് മെത്രാപ്പോലീത്ത പത്രോസ് നാലാമൻ എന്ന പേരിൽ പാത്രിയർക്കീസായി സ്ഥാനമേറ്റു. പരിശുദ്ധ പത്രോസ് നാലാമൻ പാത്രിയർക്കീസ് ബാവ പത്രോസ് മൂന്നാമൻ എന്നും അറിയപ്പെടുന്നുണ്ട്. പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസ് ബാവ കൊച്ചി കോട്ടപ്പള്ളിയിൽ നിന്നും 1877 മകരം 15-ാം തീയതി എഴുതിയ കൽപ്പനയുടെ പരിഭാഷയിൽ മൂന്നാമത്തെ പത്രോസ് ഇഗ്നാത്യോസ് പാത്രിയർക്കീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അപ്രേം പ്രഥമൻ പാത്രിയർക്കീസ് ബാവ മുളന്തുരുത്തി സുന്നോദോസിനെ പരാമർശിച്ച് എഴുതിയിരിക്കുന്നത് പരിശുദ്ധ പാത്രിയർക്കീസ് പത്രോസ് നാലാമൻ എന്നാണ്. ചരിത്ര ഗവേഷണം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. കൂടുതൽ പുസ്തകം പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഈ വ്യത്യസ്തതകൾ വർദ്ധിക്കുകയും ചെയ്യും. ഈ സന്ദർഭങ്ങളിൽ 2 മാർഗങ്ങൾ അവലംബിക്കാറുണ്ട്. 1. ഭൂരിപക്ഷം പേരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുക. 2. ആ കാലഘട്ടത്തിനോടടുത്ത് ചരിത്രരചന നടത്തിയവരുടെ കാര്യകാരണ വിവരണം സ്വീകരിക്കുക. ഈ വിഷയത്തിൽ പരിശുദ്ധ അപ്രേം പ്രഥമൻ ബാവായുടെ പത്രോസ് നാലാമൻ എന്ന പ്രയോഗമാണ് സ്വീകാര്യം. കാരണം പത്രോസ് ലീഹ ഒന്നാമൻ AD 37-67, പത്രോസ് രണ്ടാമൻ ദ ഫുള്ളർ AD 468-488, പത്രോസ് മൂന്നാമൻ AD 581-591, പത്രോസ് നാലാമൻ AD 1872-1894. മേൽ വിവരിച്ച പാത്രിയർക്കീസന്മാർ യഥാക്രമം സിംഹാസനത്തിലെ 1, 34, 40, 116 പിൻഗാമികളായിരുന്നു. ഈ ക്രമത്തിന്റെ ആധികാരിക ഗ്രന്ഥം യാക്കോബ് തൃതീയൻ ബാവ 1985 രചിച്ച പുസ്തകത്തിന്റെ പേജ് 4 ആ പുസ്തകത്തിൽ നാം 121-ാമത്തെ നിയമാനുസൃത പാത്രിയർക്കീസ് ആകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വന്യ കണിയാമ്പറമ്പിൽ കുര്യൻ കോറോപ്പിസ്കോപ്പ സഭാ മാസികയെ ആധാരമാക്കി രചിച്ച സുറിയാനി സഭ എന്ന ഗ്രന്ഥത്തിലെ പട്ടിക പേജ് 752 വിവരണം വ്യത്യസ്തമാണ്. മലങ്കര സഭയിലെ മേൽപ്പട്ടക്കാരെ സംബന്ധിച്ച് പരിശുദ്ധ പത്രോസ് നാലാമൻ പാത്രിയർക്കീസ് ബാവായുടെ 1874 ഫെബ്രുവരി 25 കൽപ്പനയിലെ പരാമർശം ഈ കാലഘട്ടത്തിലും അന്വർത്ഥമാണ്. നിങ്ങളുടെ മെത്രാപ്പോലിത്തന്മാർ പട്ടമേൽക്കുന്ന സമയത്ത് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല. പട്ടമേൽക്കുന്നതിന് മുമ്പ് വലിയ പരമാർത്ഥികളും വിനീതരുമായി അഭിനയിക്കുന്നു. ഭരണാധികാരത്തിന്റെ വടി പിടിച്ചുപറ്റിയ ശേഷം പ്രശംസയുടെ നിഗളത്തിന്റെ അങ്കിയും അണിയുന്നു. എന്തെന്നാൽ ദ്രവ്യാഗ്രഹം അവരുടെ നിരൂപണങ്ങളെ കുരുടാക്കുന്നു. പരിശുദ്ധ പത്രോസ് നാലാമൻ ബാവയുടെ മലങ്കര സഭാ സേവനത്തിന്റെ എടുത്തു പറയാവുന്ന 3 പ്രധാന കാര്യങ്ങളുണ്ട്. 1. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിൽ നിന്നും മലങ്കരയിലെ സുറിയാനി സഭയെ സംരക്ഷിച്ചു. 2. മുളന്തുരുത്തി സുനോദോസ് വിളിച്ചുകൂട്ടുകയും ഭരണക്രമമുണ്ടാക്കുകയും പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനി ഉൾപ്പെടെ 6 മെത്രാപ്പോലിത്തന്മാരെ വാഴിക്കുകയും ചെയ്തു. 3. വിശുദ്ധ മൂറോനില്ലാതെ മാമോദിസ നടത്തുന്നു എന്നറിഞ്ഞ് മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ വെച്ച് വിശുദ്ധ മൂറോൻ കൂദാശ നടത്തി. മലങ്കരയിലെ സുറിയാനി സഭാവിശ്വാസികൾ പാലക്കുന്നത്ത് മാത്യൂസ് അത്താനാസ്യൂസിന്റെ നവീകരണ ശ്രമങ്ങളിൽ അസ്വസ്ഥരായിരുന്നു. നവീകരണക്കാർ വിശുദ്ധ കുർബാന സമയത്ത് മദ്ബഹായിൽ തിരികത്തിക്കുകയോ ധൂപാർപ്പണം നടത്തുകയോ വിശുദ്ധ കുർബാനയുടെ പ്രാരംഭ മാനീസ നിന്മാതാവ് വിശുദ്ധന്മാർ ചൊല്ലുകയോ ചെയ്തിരുന്നില്ല. തുബ്ദേനിലെ സഭാപിതാക്കന്മാരുടെ പേരുകൾ സ്മരിക്കുകയോ മരിച്ചുപോയവരെ ഓർക്കുകയോ ചെയ്തിരുന്നില്ല. ദൈവമാതാവിനോടും പരിശുദ്ധന്മാരോടുമുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ നീക്കം ചെയ്ത് ചെറു പ്രാർത്ഥനാ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മേൽ വിവരിച്ച നവീകരണ നീക്കങ്ങൾ തടയുന്നതിന് പുണ്യശ്ലോകനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യൂസ് തിരുമേനി പരിശ്രമിച്ചു. പാലക്കുന്നത്ത് തിരുമേനിയുടെ തിരുവെഴുത്തു വിളംബരം അസ്ഥിരപ്പെടുത്തുവാൻ തിരുവിതാംകൂർ ദിവാന് അപേക്ഷ കൊടുത്തെങ്കിലും സാധിച്ചില്ല.
ഈ പ്രയാസങ്ങൾ പുലിക്കോട്ടിൽ തിരുമേനി പരിശുദ്ധ പത്രോസ് നാലാമൻ ബാവായെ അറിയിച്ചു. ആ താൽപര്യം പരിഗണിച്ച് 1874 ഓഗസ്റ്റ് 14 കുസ്തന്തിനോസ് പോലീസിൽ നിന്നും സമുദ്രമാർഗം യാത്ര തിരിച്ചു. യാത്രയിൽ ഊർസ്ലേമിന്റെ മെത്രാപ്പോലിത്തയായി വാഴിച്ച തന്റെ പ്രിയ ശിഷ്യൻ ഗ്രിഗോറിയോസും മുമ്പ് അബ്ദുൾ സത്തൂക്കി റമ്പാച്ചൻ കൂടെ ഉണ്ടായിരുന്നു. ലണ്ടനിലെത്തിയ പരിശുദ്ധ ബാവ ഇന്ത്യൻ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന സാലിസ്ബറി പ്രഭുവിന് നിവേദനം കൊടുക്കുകയും വിക്ടോറിയ രാജ്ഞിയെ സന്ദർശിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി ഇന്ത്യയിലെ അധികാരികളുടെ പേർക്ക് ഉത്തരവുകൾ പരിശുദ്ധ ബാവയ്ക്ക് ലഭിച്ചു. ഈ ആവശ്യങ്ങൾക്കായി പരിശുദ്ധ ബാവ 7 മാസങ്ങൾ ലണ്ടനിൽ താമസിക്കുകയുണ്ടായി. പുലിക്കോട്ടിൽ തിരുമേനി പരിശുദ്ധ ബാവ മലങ്കരയിലേക്ക് എഴുന്നള്ളി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് 1875 ജനുവരി 11 ഒരു കത്തയച്ചു. ആ താൽപര്യം പരിഗണിച്ച് 1875 മീനമാസം 22 ലണ്ടനിൽ നിന്ന് ഈജിപ്റ്റ് വഴി യാത്ര ചെയ്ത് മെയ് 7 ബോംബെയിലെത്തി. 15 ബോംബെയിൽ നിന്ന് തീവണ്ടി മാർഗം നീലഗിരിയിലെത്തി. ഗവർണറെ കാണുകയും 3 ദിവസം ഗവർണറുടെ അതിഥിയായി താമസിക്കുകയും ചെയ്തു. മദ്രാസ് ഗവർണർ വേനൽക്കാലത്ത് നീലഗിരിയിൽ താമസിച്ചിരുന്നു. മിഥുനം 26 തിരുവനന്തപുരം മഹാരാജാവിനെ സന്ദർശിക്കുകയും ചെയ്തു. മേൽ വിവരിച്ച സന്ദർശനങ്ങളിലും രാഷ്ട്രീയ ഇടപെടലുകളും ഫലവത്താകുകയും 1876 മാർച്ച് മാസം 4 പാലക്കുന്നത്ത് മാത്യൂസ് അത്താനാസ്യൂസിന്റെ തിരുവെഴുത്ത് വിളംബരം റദ്ദ് ചെയ്യുകയും അതിന്റെ പകർപ്പുകൾ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയ്ക്ക് ലഭിക്കുകയും ചെയ്തു. മലങ്കര സഭ 19-ാം നൂറ്റാണ്ടിലെ വേദവിപരീതങ്ങളിൽ നിന്നും നവീകരണ കൗശലങ്ങളിൽ നിന്നും വിമുക്തമായി. 1876 ജൂൺ മാസം 28 ചൊവ്വാഴ്ച പത്രോസ് നാലാമൻ പാത്രിയർക്കീസ് ബാവ മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ സുന്നഹദോസ് വിളിച്ചുകൂട്ടി. ഈ സുന്നഹദോസിന്റെ നടപടികളിൽ വന്ന ഗീവർഗീസ് റമ്പാൻ, പിന്നീട് ചാത്തുര്യത്തിൽ കൊച്ചു തിരുമേനി പരിശുദ്ധ ബാവായുടെ സെക്രട്ടറിയും ദ്വിഭാഷിയുമായി പ്രവർത്തിച്ചു. ഈ സുന്നഹദോസിൽ ഊർസ്ലേമിന്റെ മെത്രാപ്പോലിത്ത മോർ ഗ്രിഗോറിയോസും പുലിക്കോട്ടിൽ തിരുമേനിയും മലങ്കരയിലെ വൈദികരും പള്ളി പ്രതിനിധികളും സംബന്ധിച്ചു. മുളന്തുരുത്തി സുന്നഹദോസിന്റെ ഫലമായി മലങ്കര സഭയിൽ ക്രമീകൃതമായ ഭരണം ആരംഭിക്കുകയും സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ, മാനേജിംഗ് കമ്മിറ്റി എന്നിവ രൂപീകരിക്കുകയും ചെയ്തു. ഭദ്രാസന വിഭജനം നടത്തിയതിനനുസരിച്ച് 6 മെത്രാപ്പോലിത്തന്മാരെ വാഴിക്കുകയും ചെയ്തു. ഈ രീതിയിൽ ജനായത്ത ഭരണക്രമം വിഭാവനം ചെയ്തു. 1876 ഓഗസ്റ്റ് 15 മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ വെച്ച് വിശുദ്ധ മൂറൻ കുദാശ നടത്തിയ പരിശുദ്ധ ബാവ 2 വർഷങ്ങൾ മലങ്കരയിൽ താമസിച്ച് സഭാഭരണം ക്രമീകരിച്ചതിന് ശേഷം 1877 മെയ് 16 ബോംബെയിൽ നിന്ന് ഊർസ്ലേമിലേക്ക് കപ്പൽ കയറി. പരിശുദ്ധ പത്രോസ് നാലാമൻ ബാവ 1894 ഏപ്രിൽ 21 കാലം ചെയ്ത് കുർക്കുമ ദേറായിൽ കബറടക്കി. പരിശുദ്ധ പത്രോസ് നാലാമൻ പാത്രിയർക്കീസ് ബാവായുടെ ഓർമ്മ പെരുന്നാൾ ഏപ്രിൽ 21 സുറിയാനി സഭ ആചരിക്കുന്നു.